ഏതുടുപ്പ ഒന്നാം പിറന്നാളായിട്ട് വാവയ്ക്ക് ഇടേണ്ടത്? ഇതാ കണ്ടില്ലേ, വാവയുടെ അച്ഛനും അമ്മയും ബഹുകേമം ഭാവിച്ച് ലോകത്തില്ലാത്ത വിലയും കൊടുത്ത് വാങ്ങിച്ചോണ്ടുവന്ന ഡ്രസ്സുകള് ഒന്നും കൊള്ളില്ല. ഇതുകൊണ്ട് അച്ഛമ്മയുടെ പൊന്നും കൊടുത്തിന് ചേരുന്നു. കുട്ടികൃഷ്ണൻ ചെയ്താൽ മനസ്സിലാവും. പോത്തുപോലെ വളർന്നു എന്നല്ലാതെ അവന് വിവരമില്ല. അതുപോലാണോ ഇലക്ട്രിസിറ്റി ബോർഡിലെ വലിയ ഉദ്യോഗസ്ഥരായ മോളുടെ അച്ഛനും അമ്മയും? ദേവമംഗലത്തെ ഗായത്രി ദേവിയുടെ പേരക്കിടാവിന് അച്ഛമ്മ ഒരുട്ടം വാങ്ങിയിട്ടുണ്ട്. അത് കാണണ്ടേ? വാവേ, ദേ നോക്കി. ഇഷ്ടായോ? ഇഷ്ടാവും. അച്ഛമ്മയ്ക്കറിയാം, അച്ഛമ്മ തരുന്ന എന്തും എന്റെ വാവയ്ക്ക് ഇഷ്ടാവും. കാരണം അച്ഛമ്മയുടെ മനസ്സില് ഈ മാണിക്കല്ലാതെ മറ്റൊന്നുമില്ലല്ലോ, അല്ലേ? അമ്മണി ചേച്ചി, ഇഡലി കഴിഞ്ഞ തവണത്തെ പോലെ ആവില്ലല്ലോ? ഏയ് ഇല്ല. റബ്ബർ പാൽ ഒഴിച്ചിട്ടുണ്ടോന്നാ ശശിയേട്ടൻ ചോദിച്ചത്. ഒന്നുപോലും കഴിച്ചില്ല. അന്ന് ഉഴുന്നെടുത്തതിൽ കണക്ക് തെറ്റിയതാ. സാരമില്ല. പക്ഷേ ഇത്തവണ സയൻസും സോഷ്യലും ഒന്നും തെറ്റാതിരുന്നാ മതി. ഓ, ഈ കുഞ്ഞിന്റെ ഒരു കാര്യം. അല്ല, അമ്മുവിന്റെ പിറന്നാളിന്റെ പാർട്ടിക്ക് എല്ലാ ഹോട്ടലിൽ നിന്ന് വരുത്തയല്ലേ? അതെ. അപ്പോ ഇവിടെ ഒന്നും വെച്ചുണ്ടാക്കണ്ടല്ലോ എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. ചിലപ്പോ ആർക്കെങ്കിലും ഒരു ചായ കുടിക്കണമെന്ന് തോന്നിയാ കരുതേണ്ടി വരും. എന്താ, ബുദ്ധിമുട്ടാവോ? കഴിഞ്ഞില്ലേ? കുറെ നേരം ആയല്ലോ തുടങ്ങിയിട്ട്. കഴിഞ്ഞു. നിന്റെ എന്തെങ്കിലും അയൺ ചെയ്യണ്ടോ? ഇല്ല, ഞാൻ ഇന്നലെ സമയം കിട്ടിയപ്പോ എല്ലാം ചെയ്തു വെച്ചു. ആ പിന്നെ കുറച്ചു മുമ്പ് ശോഭ വിളിച്ചിരുന്നു. എന്തു പറഞ്ഞു? ഒരുക്കങ്ങൾ എന്തായെന്ന് ചോദിച്ചു. അവര് വരുന്നില്ല. വേണമെങ്കിൽ നീ അങ്ങോട്ടൊന്ന് വിളിച്ചോ. എന്തിന്? അല്ല, അവളൊന്ന് സംസാരിക്കാൻ. എന്ത് സംസാരിക്കാൻ? ആ സങ്കടം കേൾക്കാനോ? വേണ്ട. പിന്നെ ഒരർത്ഥത്തിൽ വരാതിരിക്കുന്ന തന്നെയാ നല്ലത്. ദൈവമംഗലത്തെ പ്രതാപത്തിന്റെ 7 അയലത്ത് പോലും നിൽക്കാൻ യോഗ്യതയില്ലാത്തവരല്ലേ. വന്നിട്ട് വെറുതെ എന്തിനാ ആ പാവങ്ങൾ അപമാനം സഹിക്കുന്നു? ഉഷേച്ചി എണീറ്റില്ലേ? ഇല്ല, ഇന്നലെ രാത്രി അവൾ തീരെ ഉറങ്ങിയിട്ടില്ല. പുലർച്ചെ ഒന്ന് കണ്ണടച്ചത്. പിന്നെ എന്തൊക്കെയാ പിറന്നാളാഘോഷങ്ങൾ? ചോദിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. എനിക്കും ഭാര്യയ്ക്കും ഈ വീട്ടിൽ അത്രയ്ക്കുള്ള സ്ഥാനമല്ലേ ഗായത്രി ദേവി അനുവദിച്ചു തന്നിട്ടുള്ളൂ, അല്ലേ? 50 പേർക്കുള്ള ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓഫീസിലെ സ്റ്റാഫും അടുത്ത സുഹൃത്തുക്കളും പിന്നെ നമ്മൾ മാത്രം. ഞാനെല്ലാം ഉഷേച്ചിയോട് പറഞ്ഞിരുന്നു. ഓ പാവം, അവൾ മറന്നു കാണും. സ്വന്തം ജീവിതത്തിൽ മറക്കാനാവാത്ത ദുരന്തങ്ങളുള്ളവർക്ക് അതിനു മീതെ മറ്റൊന്നും ഓർത്തിരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഉഷേച്ചി അമ്പലത്തിലേക്ക് വരാന്ന് പറഞ്ഞിരുന്നു. അത് വേണോ? വേണ്ട. കഴിയുന്നതും അമ്മയുടെ കൺവട്ടത്ത് വരാതെ അകന്നു നിൽക്കാനാ അവളുടെ ആഗ്രഹം. പിന്നെ വരാമെന്ന് സമ്മതിച്ചത് അമ്മൂനോടുള്ള സ്നേഹം കൊണ്ടാവും. എന്നാലും വേണ്ട. ഞാൻ വിരോധമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. നീ വരുമെന്ന് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചു. മോളുടെ ആദ്യത്തെ പിറന്നാളല്ലേ, വരേണ്ടതായിരുന്നു. ആഘോഷങ്ങൾ വലുതായിട്ടില്ലെങ്കിലും ഒരു ചടങ്ങുണ്ട്. സാരമില്ല, ചെലവ് ചുരുക്കാൻ നീ ആരംഭിച്ചുകൊണ്ട് ക്ഷമിക്കാം. ഓക്കെ, ഞാൻ പറയാം. ആ സുഖം തന്നെ. ഇതാ അമ്മ വന്നു, ഞാൻ കൊടുക്കാം. സേതുവാ. എന്താടാ, വീട്ടിലൊരു മംഗളകർമ്മം നടക്കുമ്പോൾ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ട്? പണം ഞാനല്ലേടാ തരുന്നത്, പിന്നെന്താ ഇത്ര പിശുക്ക്? ആ സാരമില്ല. നീ ഇനി എന്നാ നാട്ടിലേക്ക്? ശരി. ആ കുട്ടികൃഷ്ണ, ആ ഹോട്ടലിൽ പോയി ഞാൻ തന്ന പണം ഏൽപ്പിക്കണം. എന്നിട്ട് ചുറ്റി തിരിയാതെ നേരത്തെ വരികയും വേണം. ശരി ചേച്ചി. പോ മോളെ. ശശിയേട്ടാ, ഉഷേച്ചി വരുന്നില്ല എന്ന്. അതെന്താ?
എന്താ ഉഷ ഇത്? ഒന്നുമില്ല. ദേ, പഴയതൊന്നും ഓർക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞല്ലേ? ശ്രമിക്കാഞ്ഞിട്ടല്ല, കഴിയുന്നില്ല. ഒന്നും മറക്കാൻ കഴിയുന്നില്ല, പൊറുക്കാനും കഴിയുന്നില്ല. നമ്മുടെ കുഞ്ഞിനെ ജനിക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞിനെ ഇതുപോലെ 100 പിറന്നാൾ ആഘോഷിക്കായിരുന്നു. പക്ഷെ സാധിച്ചോ? എല്ലാ സ്ത്രീകളെയും പോലെ ഗർഭം ചുമക്കാനും നൊന്ത് പ്രസവിക്കാൻ അനുവദിച്ചു എന്നെ. കരുവിലെ കൊന്നു കളഞ്ഞില്ലേ നിങ്ങൾ എല്ലാരും ചേർന്ന്? വെളിച്ചം പോലെ കാണിക്കാതെ കൊന്നു കളഞ്ഞില്ലേ? ഇല്ലേ? മോളെ, മോളെ, അത് വിധി. നീ അങ്ങനെ സമാധാനിക്കേ. അരുത്. സ്വന്തം കഴിവുകേടിന് വെറുതെ വിധിയെ പഠിക്കരുത്. അങ്ങനെ ചെയ്ത ശപിക്കും, വെറുക്കും ഞാൻ മുരളിയേട്ടനെ. തുലാഭാരം, കദളിപ്പഴം കൊണ്ട്. പേരെന്താണെന്ന് പറയൂ. അമ്മു, ഉത്ര നക്ഷത്രം. വേറെ? ഗണപതി ഹോമം. പിന്നെ ഭഗവതിക്ക് പഞ്ചാമൃത അഭിഷേകം. അയ്യപ്പന് നീരാഞ്ജനം. മതിയോ? ഓ. 377. ദാ. കണ്ണൻ, ഉത്ര നക്ഷത്രം. ഏതൊക്കെ വഴിപാട് വേണമെന്ന് ഈ ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ട്. ശരി. 417. എല്ലാം ഉണ്ടല്ലോ അല്ലേ? ദാ കണ്ണ, നമുക്ക് ദേവിയെ തൊഴണ്ടേ? എന്തൊക്കെ വഴിപാടാ ബാബയുടെ പേരിൽ ചെയ്യാൻ പോണെന്ന് അറിയോ? ആ പിന്നെ ജ്യോതി, ഞാനൊരു സജഷൻ പറയട്ടെ. എന്ത് സജഷൻ? നമ്മുടെ രാമദാസ് സേട്ടുല്ലേ, ഓ, അയാളുടെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഫസ്റ്റ് ഫ്ലോർ കോൺക്രീറ്റിംഗ് ഇന്നാണ്. അതിന് അല്ല, ഇവിടുത്തെ കാര്യങ്ങൾ കുറച്ചുകൂടി സ്പീഡിൽ തീർന്നാല് വർക്ക് സൈറ്റ് വരെ ഒന്ന് പോയിട്ട് വരാം. ആ വേണ്ട വേണ്ട, അത്രയ്ക്ക് സ്പീഡൊന്നും വേണ്ട. ദേവിയെ തൊഴുന്ന കാര്യത്തിലാണോ ഈ പറയുന്നത്? അത് പിന്നെ നന്ദേട്ടനെല്ലാം മറന്നൂല്ലേ? ദേവി തന്ന പുണ്യ നമ്മുടെ മോൻ. ആ കാരുണ്യത്തിന് ഈ നടയിൽ നിന്ന് എത്ര മനമുരുകി പ്രാർത്ഥിച്ചാലാ തൃപ്തി വരിക? സോറി, ഞാൻ പറഞ്ഞേ പിൻവലിച്ചു. നന്ദേട്ടൻ ഇപ്പൊ ബിസിനസിന്റെ തിരക്കാ വലുത്. ദേ, സോറി പറഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി സംസാരിക്കരുത്. ഓക്കെ? ഓക്കെ മോന് ആ മോൻ വാ, ദാ തൊഴണ്ടേ. തൊഴാം കേട്ടോ. ദേ അവിടെ നോക്ക്, ദാ. അയ്യോ ഏ സാർ, മാർട്ടിൻ കാണാൻ വന്നിട്ടുണ്ട്. വരാൻ പറയൂ. ശരി സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. എൻ്റെ കാര്യത്തിൽ എന്തായി സാർ തീരുമാനം? ഞാനത് പലവട്ടം പറഞ്ഞു കഴിഞ്ഞാണല്ലോ മാർട്ടിൻ. അതെ, പക്ഷെ എനിക്കറിയേണ്ടത് അതിനെന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നാണ്. ആ ഫാക്ടറി തുടങ്ങാനാവാതെ വന്നാൽ ലക്ഷങ്ങളാണ് എൻ്റെ നഷ്ടം. പിന്നെ എനിക്കൊരു ലൈഫില്ല, കാരണം കടങ്ങൾ ഒരുപാടുണ്ട്. സി മിസ്റ്റർ മാർട്ടിൻ, ഞാൻ ഒരിക്കലും നിങ്ങളുടെ ശത്രുവല്ല. നിങ്ങളെ ദ്രോഹിക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി തകർക്കണോ എന്നുള്ള ഒരു ഉദ്ദേശവും എനിക്കില്ല. ഇതൊരു സർക്കാർ സ്ഥാപനമാണ്, എൻ്റെ സ്വകാര്യ സ്വത്തല്ല. ഇവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. മാർട്ടിൻ്റെ ഫാക്ടറിയിൽ ഇലക്ട്രിക്കൽ വർക്ക് നടത്തിയിട്ടുള്ളത് ആ വക എല്ലാവിധ നിയമങ്ങളെയും വയലേറ്റ് ചെയ്തുകൊണ്ടാണ്, അല്ലേ? അതറിഞ്ഞുകൊണ്ട് എനിക്കൊരു NOC തരാൻ കഴിയില്ല. കാരണം നാളെ ഒരു പ്രശ്നം ഉണ്ടായാന്നല്ല, ഉണ്ടാവും ഒരു ഫയർ ആക്സിഡന്റ്. അപ്പോൾ സമാധാനം പറയേണ്ടത് സർട്ടിഫൈ ചെയ്ത് ഞാനായിരിക്കും. അതുകൊണ്ട് സോറി. ഞാൻ സമ്മതിക്കുന്നു സാർ. സാർ എനിക്ക് വേണ്ടി തെറ്റ് ചെയ്യണ്ട. പക്ഷെ ഒരു ഫേവർ ഈശ്വരനെ വിചാരിച്ച് സാറിനോട് കാണിക്കണം.
എങ്ങനെ? സാർ ഒരു മാസത്തെ ലീവ് എടുക്കണം. എന്നിട്ട് അതിനിടയിൽ ഇതേ ഓഫീസിൽ നിന്ന് ഞാൻ NOC വാങ്ങിച്ചോളാം. ലുക്ക് മിസ്റ്റർ മാർട്ടിൻ, ഇതുവരെ ഞാൻ പറഞ്ഞത് മര്യാദയുടെ ഭാഷയിലാണ്. അത് എന്നെ കൊണ്ട് മാറ്റി അടങ്ങൂ എന്നാണോ മാർട്ടിൻ്റെ ഉദ്ദേശം? അപ്പോൾ എൻ്റെ കാര്യത്തിൽ സാർ ഒന്നിനും തയ്യാറല്ലെന്നർത്ഥം. വെൽ ആൻഡ് ഗുഡ്, സന്തോഷായി. എനിക്കിപ്പോൾ ഫാമിലി ഇല്ല സർ. 2 മാസം മുമ്പ് വൈഫ് പിണങ്ങിപ്പോയി. അവളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, തെറ്റെൻ്റേതാ. ഞാനിപ്പോൾ ഒറ്റയ്ക്ക്. സാറൊന്ന് കണ്ണടച്ചിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. നിർഭാഗ്യവശാൽ അതുണ്ടായില്ല. പക്ഷേ ഞാനിങ്ങനെ കഷ്ടപ്പെടുമ്പോൾ സാറ് മോളുടെ ബർത്ത്ഡേയും ആഘോഷിച്ച് സുഖിച്ചു വാഴുന്നത് ശരിയാണോ? അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു. ജീവിതത്തിൽ എനിക്കില്ലാത്ത സന്തോഷം സാറിനും വേണ്ട. ഇയാളെ തന്നെ ഭീഷണിപ്പെടുത്തുക? അയ്യോ, ഒരിക്കലുമില്ല സർ. തോറ്റു നിൽക്കുന്നവന് അതിനുള്ള ശേഷി വിടുന്ന. അപ്പൊ ഞാൻ വരട്ടെ, നമുക്ക് ഇനിയും കാണേണ്ടി വരും. ബൈ. അപ്പോ ചേട്ടന് കല്യാണം ഒന്നും വേണ്ടേ? മോഹമില്ലാഞ്ഞിട്ടല്ല, നേരവും കാലവും ഒത്തു കിട്ടിയില്ല, യോഗം ഉണ്ടായില്ല എന്ന് സാരം. കുട്ടീഷ്ണ, അവിടെ വായും പൊളിച്ച് നിൽക്കാതെ നിനക്ക് ആ ഫോൺ എടുത്താൽ എന്താ? എത്ര നേരം അത് റിങ് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാൻ കേട്ടില്ലേ ചേച്ചി? വേണ്ടുന്ന ഒരു കാര്യം ചെയ്യില്ല. ഹലോ, മരങ്ങോടൻ. ആരാ? കൊടുക്കാം, ചേച്ചിക്കാ ഫോൺ. അങ്ങോട്ട് മാറി നിന്ന് തൊടാ. ഹലോ, അതെ, ദേവമംഗലത്തെ ഗായത്രി ദേവിയാ. ആരാ? എന്താ കാര്യം? അതിനെന്താ, വീട്ടിലേക്ക് വന്നോളൂ. എവിടെ വരണം? ശരി, ഞാൻ വരാം. കുട്ടികൃഷ്ണ, എന്തോ? കാറിന്റെ താക്കോലിങ് എടുക്ക്. ഞാൻ മാർട്ടിൻ. ഗായത്രി ദേവി എന്നെ ആദ്യമായിട്ട് കാണാണല്ലേ? ആ, അതെ. അപ്പോ ഒരു പരിചയപ്പെടുത്തൽ വേണം. ഞാനൊരു തകർന്ന ബിസിനസ്സുകാരനാണെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ എല്ലാ പരാജയങ്ങൾക്കും പ്രധാന കാരണം ഞാൻ പലരെയും കണ്ണടച്ച് വിശ്വസിച്ചു, ഗായത്രി ദേവിയെ പോലെ. ഇവിടെ ആരും സിൻസിയർ അല്ല മാഡം. സ്വന്തം ജീവിതവും നിലനിൽപ്പും തന്നെയാണ് എല്ലാവർക്കും മുഖ്യം. സ്വന്തം മക്കളുടെ കാര്യത്തിലും അത് തന്നെയാണ് സത്യം. ഒരു ജീവിതകാലം മുഴുവനും സ്വന്തം പെറ്റമ്മയെ വഞ്ചിക്കാനും അവർ തയ്യാറായെന്ന് വരും. നിങ്ങൾ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പറയാം, വ്യക്തമായി തന്നെ പറയാം. അതിന് തന്നെയാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയത്. ഗായത്രി ദേവിയെ ഞാൻ മുമ്പൊരിക്കൽ കണ്ടിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ജസ്റ്റ് 1 year ബാക്ക്, ശശികുമാറിന്റെ ഭാര്യയുടെ ഡെലിവറി ദിവസം വിജയശ്രീ നഴ്സിംഗ് ഹോമിൽ വെച്ച്. അതൊക്കെ ശരി, പക്ഷെ എനിക്കറിയാനുള്ളത് ഇതുവരെ പറഞ്ഞില്ല. എന്നെ എന്റെ വീടിനെയും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു രഹസ്യമുണ്ടെന്ന് ഫോണിൽ പറഞ്ഞിരുന്നു. വെയിറ്റ്, അവിടേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം, ചെന്നിട്ട് അത്യാവശ്യമുണ്ട്. അറിയാം, നിങ്ങളുടെ ജീവന്റെ ജീവനായ പേരക്കിടാവിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണെന്ന്. വൈകിട്ട് 6 മണിക്ക് അതിഥികളെത്തുമ്പോൾ ഗായത്രി ദേവി അവരെ സ്വീകരിക്കാൻ വേണം, ശരിയല്ലേ? പക്ഷേ അങ്ങനൊരു പാർട്ടിയും ബർത്ത്ഡേ സെലിബ്രേഷനും ആവശ്യമുണ്ടോ ഗായത്രി ദേവി? പ്രത്യേകിച്ചും ഗായത്രി ദേവിയുടെ മകന് പിറന്ന യഥാർത്ഥ പേരക്കിടാവിന്റെ 1ാം പിറന്നാൾ ആഘോഷം ഇനി ഒരിടത്ത് നടക്കുമ്പോൾ. എന്താ നിങ്ങൾ പറഞ്ഞത്? യഥാർത്ഥ പേരക്കിടാവോ? അതേ ഗായത്രി ദേവി, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ സ്നേഹബന്ധങ്ങളുടെ വഞ്ചനയെപ്പറ്റി. അങ്ങനെ ഒരു ക്രൂരതയ്ക്കിരയായ ഒരു പാവം അമ്മയാണ് നിങ്ങൾ. അത് തന്നെയാണ് ദേവമംഗലം തറവാടിനെ ചൂഴ്ന്നു നിൽക്കുന്ന രഹസ്യവും. അത് കേൾക്കാനുള്ള ശക്തിയുണ്ടോ ഗായത്രി ദേവിക്ക്? ഉണ്ട്. എങ്കിൽ പറയാം.
ചേച്ചി ചേച്ചി വാതില് തുറക്ക് ചേച്ചി. കുട്ടികൃഷ്ണ വിളിക്കുന്ന. അമ്മയുടെ അകത്ത് കയറി വാതിലടച്ചു. അതെന്താ? ഒന്നും മനസ്സിലായില്ല. എന്തു പറ്റി? ഞങ്ങൾ ഓഫീസിലൊക്കെ പോകും വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ശശികുട്ട, നീ ഒന്ന് വിളിച്ചേ. കുട്ടിമാമ പറഞ്ഞ കാര്യമാ. നീ വിളിച്ച അമ്മ വാതിലോർക്കും. അമ്മേ, ശശികുട്ടനാ വിളിക്കുന്നേ. അമ്മ വാതിൽ ഓർന്നേ. ഇങ്ങനെ മുറി കയറി വാതിലടച്ചിരുന്ന ഞങ്ങൾ എന്താ മനസ്സിലാക്കുക? അസുഖം വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ദേ, മോള് പോലും അമ്മയെ കാണാതെ വിഷമിക്കുക. നല്ല ആളാ, ഞങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അല്ല, അമ്മയ്ക്ക് ഇതെന്ത് പറ്റി? ഇന്നിവിടെ പിറന്നാൾ ആഘോഷവും പാർട്ടി ഒന്നും വേണ്ട. എല്ലാം ക്യാൻസൽ ചെയ്തു വന്നവരെയൊക്കെ പറഞ്ഞു വിട്ടേക്ക്. ക്യാൻസൽ ചെയ്യാനോ? അമ്മ എന്ത് വിവരം? പറയുന്ന അനുസരിക്ക്. 10 മിനിറ്റിനുള്ളിൽ എല്ലാം നടന്നിരിക്കണം. എന്നിട്ട് എന്നെ വിളിക്ക്. എനിക്ക് ചിലത് അറിയാനുണ്ട്. പോകാൻ. എന്താ ഇങ്ങനെയൊക്കെ? അറിയില്ല. അതിന് മാത്രം എന്തുണ്ടായി? എന്നോട് ചോദിച്ച് ഞാൻ എന്ത് പറയാനാ? നിന്നെ പോലുള്ള അറിവ് എനിക്കുള്ളൂ. എന്താ അമ്മയുടെ പ്രോബ്ലം? പ്രോബ്ലം എന്റേതല്ല, ഇവന്റെ ഇവളുടേതുമാണ്. അപ്പോ ഇവര് മാത്രം മതി എന്റെ മുന്നിൽ. എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് മാറി ദൂരെ നിൽക്കാം. മക്കളിൽ നിന്നെയാണ് ഞാൻ കൂടുതൽ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തത്, അല്ലേ? അപ്പോ എന്റെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും കൃത്യമായി സത്യസന്ധമായി എനിക്ക് മറുപടി കിട്ടണം. വർഷങ്ങൾക്ക് മുൻപ് ജോത്സ്യൻ ഉണ്ണിരാമ പണിക്കർ ഒരു പ്രവചനം നടത്തിയിരുന്നു. ഈ വീട്ടിൽ ഒരു ആൺകുട്ടി ജനിച്ചാൽ എന്റെ മരണം നിശ്ചയം. ഓർമ്മയുണ്ടോ നിനക്ക്? ഉണ്ട്. നിനക്കും അറിയാ വിവരം. പണിക്കരുടെ പ്രവചനം സത്യമാണെന്ന് നമുക്ക് അനുഭവമുണ്ട്. നിന്റെ അച്ഛന്റെ മരണം തന്നെ. അതെല്ലാം അറിയാമായിരുന്നിട്ടും ഇവള് ഗർഭിണിയായപ്പോ നിങ്ങൾ പോയി സ്കാൻ ചെയ്തു. കുട്ടി പെണ്ണാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തി. അതായത് ഒരു കബളിപ്പിക്കൽ. എന്താ, സത്യമല്ലേ? നീയും അതിന് കൂട്ടുനിന്നു. ആ ഗർഭം വളർന്നു. കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ നേരത്ത് നമ്മളെല്ലാവരും പുറത്ത് കാത്തു നിൽക്കുമ്പോ ഇവള് പ്രസവിച്ചു. പെൺകുഞ്ഞിനെയല്ല, ഒരാൺകുഞ്ഞിനെ. പ്രസവിച്ച നിമിഷങ്ങൾക്കകം നിങ്ങൾ കുട്ടിയെ മാറ്റി. തൊട്ടടുത്ത ലേബർ റൂമിൽ പ്രസവിച്ച ഒരു പെൺകുട്ടിയെ നിനക്കും, നീ പ്രസവിച്ച ആൺകുട്ടിയെ അവർക്കും നൽകി. അവരും അറിയാതെ. വീണ്ടും ഒരു കബളിപ്പിക്കൽ. അത് ചെറുതല്ല, ക്രിമിനൽ സ്വഭാവമുള്ള കബളിപ്പിക്കൽ. അതെ, തെളിവുകളുണ്ട്, ധാരാളം തെളിവുകൾ. ആ കുറ്റം ചെയ്യാൻ കൂട്ടുനിന്നവർ എന്നോട് കുറ്റസമ്മതം നടത്തിക്കഴിഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യണം? അത് ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങൾ എന്ത് ചെയ്യാൻ പോന്നു എനിക്കറിയണം. 1 മണിക്കൂർ സമയം തരുന്നു രണ്ടാൾക്കും. ഒരേ 1 മണിക്കൂർ.
കുടുംബിനി നിങ്ങൾക്കായി അവതരിപ്പിച്ചത്